ഹായ് ഫ്രണ്ട്സ്, ഷംനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. തക്കാളി സാമ്പാർ കേട്ടോ. ഇതാ ഞാൻ ഒരു 4 നല്ല പഴുത്ത തക്കാളി വലുത് 4 മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ നടുകെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് സവാള ഉണ്ടല്ലോ, അത് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 സ്പൂൺ കായപ്പൊടി, 2 ടീസ്പൂണ് സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് ഉപ്പാണ്. പിന്നെ ഒരു ഗ്ലാസ് പരിപ്പ് കേട്ടോ. ഈ ഒരു ചെറിയ ഗ്ലാസ്സിനുള്ള 100 ഗ്രാമിൻ്റെ ഗ്ലാസ്സാണ്. ഇനി ഒരു ഗ്ലാസ് പരിപ്പ് ഞാൻ എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇനി സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാട്ടോ, അടുപ്പ് കത്തിച്ചിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇതാട്ടോ, ചീനച്ചട്ടിയിൽ ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കാനാണ് കേട്ടോ. അത് എണ്ണ ചൂടായിട്ട് ഞാൻ അതിലേക്ക് ഉള്ളി മുറിച്ച് വെച്ച ഉള്ളിയുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ട്, അതും ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇനി നമ്മൾ തക്കാളി അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. നല്ലോണം വഴന്ന് വരട്ടെ. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടി ഉണ്ടല്ലോ, അതും ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ വഴറ്റുക. ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ചേർക്കേണ്ടത് വെച്ചാൽ ലേശം ഉലുവപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഒരു നുള്ള ഉലുവപ്പൊടിയും കൂടെ ചേർക്കണം. അത്രയും മതി കേട്ടോ. അപ്പോൾ എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ, പരിപ്പ് ഇതിൽ ചേർത്ത് കുക്കറിലിടുക കേട്ടോ. പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അപ്പോൾ തക്കാളിയും പരിപ്പ് വേവിച്ചതെല്ലാം കുക്കറിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒറ്റ വിസിൽ വന്നാൽ നമ്മുടെ സാമ്പാർ റെഡി ആവും കേട്ടോ. ഇതാട്ടോ, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും ഇടണ്ട. നിങ്ങൾക്ക് വെള്ളം കൂട്ടാനും വെള്ളം വേണം വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിവിടെ കുറച്ച് പേരല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാണ് വെക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുക്കർ മൂടി വെച്ച് ഒറ്റ വിസിൽ വന്ന് സാമ്പാർ റെഡി. ഇതാട്ടോ, കത്തിക്കാൻ പോകുന്നുണ്ട്. കുക്കറൊക്കെ അടച്ച് വെച്ചു. കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കത്തിച്ച് വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഒറ്റ വിസിൽ വന്നാൽ നമ്മുടെ സാമ്പാർ റെഡിയാവും കേട്ടോ. വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്നു. ഞാൻ അടുപ്പ് ഓഫാക്കാൻ പോവുകയാണ്. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടാവും. നോക്കാം. തക്കാളി സാമ്പാർ എല്ലാം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഉപ്പും മുളകും എല്ലാം കറക്റ്റാണോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ലേശം ഉപ്പ് വേണം കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, ലേശം ഉപ്പ് മാത്രം മതി. അപ്പോൾ ഞാൻ ലേശം ഉപ്പിട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ടിട്ടുണ്ട്, അത്രയും മതി. അപ്പോൾ ഇനി നമുക്ക് സാമ്പാറൊന്ന് വറുത്തിടാം കേട്ടോ. ഇനി നമ്മൾ സാമ്പാറിന് വറുത്തിടാം. ഇത് ഒരു ചെറിയ തവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നോക്കി ചൂടാകുമ്പോൾ ലേശം കടുകും പിന്നെ 2 വറ്റൽമുളക്, ലേശം കരിവേപ്പില, പിന്നെ മല്ലിയില ഉണ്ടെച്ചാൽ മല്ലിയില ഇട്ടാൽ സൂപ്പറാവും കേട്ടോ. മല്ലിയില സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, ഇതിലേക്ക് ഇടണ്ട. എന്തായാലും അതും കൂടെ ഇട്ടാൽ അടിപൊളി സാമ്പാറാവും.
ഞാൻ കടുക് ഇട്ട് കൊടുത്തു. ഒന്ന് പൊട്ടി വരട്ടെ. ഇതാട്ടോ നമ്മുടെ സാമ്പാറിലേക്ക് ഇത് വറുത്ത് കൊടുക്കുന്നുണ്ട്. ഇതല്ലേ ഇഡ്ഡലിക്കും ദോശയ്ക്കും നന്നായിരിക്കും കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കാണ് നമ്മളധികം ഇത് ഉണ്ടാക്കാറുള്ളത്. ഇനി ചോറിനാണെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സാമ്പാറാണ്. അതാ, അപ്പോൾ ചോറിനാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പുളി ഇല്ലാണ്ട് വെറും തക്കാളി മാത്രം ഇട്ടിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ദോശയ്ക്ക് ഇഡ്ഡലിക്കും പെട്ടെന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു കഷ്ണം ഇടാണ്ട് വെറും തക്കാളിയും ഉള്ളി മാത്രം ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കുക. അതാണ് സാമ്പാർ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. സാമ്പാർ റെഡി. പിന്നെ അപ്പോൾ എല്ലാവരും ഈ സാമ്പാർ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അത് കൂട്ടി കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. വലിയ പണിയും ഇല്ലല്ലോ, വേഗത്തുണ്ടാക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്